നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്നും അന്തിമ വോട്ടർ പട്ടിക ആഗസ്റ്റ് 30-ന് പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. നിലമ്പൂർ ജോയിന്റ് RTO ഓഫീസിലെ അഴിമതി സംബന്ധിച്ച പോലീസ് വിജിലൻസ് അന്വേഷണം തുടരുന്നു. ഇടനിലക്കാർ 46,000 രൂപ ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുത്തതായി കണ്ടെത്തി. ജില്ലയിലെ വിവിധ RTO ഓഫീസുകളിൽ നടത്തിയ വിജിലൻസ് പരിശോധനയുടെ റിപ്പോർട്ട് ഉടൻ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമത്തിൽ അധിക്ഷേപിച്ച യുവാവിനെതിരെ പരാതി. വാണിയമ്പലം സ്വദേശി യാസിൻ അഹമ്മദാണ് സാമൂഹിക മാധ്യമത്തിലൂടെ VSനെ അധിക്ഷേപിച്ചത്. പരിശുദ്ധ ഹജ്ജിന് പോയി മടങ്ങി വന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഹാജിമാർക്ക് നിലമ്പൂർ CH സെന്ററിൽ സ്വീകരണ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. MLA ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്നും അന്തിമ വോട്ടർ പട്ടിക ആഗസ്റ്റ് 30-ന് പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. കരട് വോട്ടർ പട്ടികയിൽ 1034 തദ്ദേശ സ്ഥാപനങ്ങളുടെ 20,998 വാർഡുകളിലായി 2,66,78,256 വോട്ടർമാരാണുള്ളത്. 2024 സംക്ഷിപ്ത പുതുക്കൽ നടത്തിയ വോട്ടർ പട്ടിക പുതിയ വാർഡുകളിലേക്ക് ക്രമീകരിച്ചാണ് കരട് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. 2020 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിലുണ്ടായിരുന്ന വോട്ടർ പട്ടിക 2023 ഒക്ടോബറിലും 2024 ജൂലൈയിലും പുതുക്കൽ നടത്തിയിരുന്നു. 2023 ഒക്ടോബറിലെ കരടിൽ 2,76,70,536 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. പട്ടികയിൽ പുതിയതായി 57,640 പേരെ ചേർക്കുകയും മരണപ്പെട്ടതോ സ്ഥലം മാറിപ്പോയതോ ഇരട്ടിപ്പുള്ളതോ ആയ 8,76,879 അനർഹരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അന്തിമ പട്ടികയിൽ ആകെ 2,68,51,297 പേരുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിൽ അതിനായി പട്ടിക പുതുക്കിയിരുന്നു. 2024 ജൂലൈയിൽ പുതുക്കിയ കരട് വോട്ടർ പട്ടികയിൽ 2,68,57,023 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 2,68,907 പേരെ പുതുതായി ചേർക്കുകയും അനർഹരായ 4,52,951 പേരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. 2024 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ 2,66,72,979 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിൽ അതിനുശേഷം പട്ടിക പുതുക്കിയിരുന്നു. കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും. ഓഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ അവസരമുണ്ടാകും. 2025 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനും അപേക്ഷ ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിന് സ്ഥാനം മാറ്റം വരുത്തുന്നതിനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ sec.kerala.gov.in വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഹിയറിംഗിനുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം. വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കുന്നത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ പ്രിന്റ് ഔട്ടിൽ അപേക്ഷകനും ആ വാർഡിലെ ഒരു വോട്ടറും ഒപ്പിട്ട് നേരിട്ടോ തപാലിലൂടെയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം. ഓൺലൈൻ മുഖേന അല്ലാതെയും നിർദ്ദിഷ്ട ഫോറത്തിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ. അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം.
ഉത്തരവ് തീയതി മുതൽ 15 ദിവസത്തിനകമാണ് അപ്പീൽ നൽകേണ്ടത്. നിലമ്പൂർ ജോയിന്റ് ആർടി ഓഫീസിലെ അഴിമതി സംബന്ധിച്ച പോലീസ് വിജിലൻസ് അന്വേഷണം തുടരുന്നു. ഇടനിലക്കാർ 46,000 രൂപ ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ചുകൊടുത്തതായി കണ്ടെത്തി. ജോയിന്റ് RTO, MVI, AMVI എന്നിവർക്ക് പണം ഗൂഗിൾ പേ ചെയ്യുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പണം അയച്ച ശേഷം ഇടപാടിന്റെ സ്ക്രീൻഷോട്ട് സന്ദേശമായി അയച്ചത് തെളിവായി കണ്ടെടുത്തു. ഓപ്പറേഷൻ ക്ലീൻ വീൽ എന്ന പേരിൽ ഇൻസ്പെക്ടർ P. ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ 19 നടത്തിയ പരിശോധനയിൽ ഏജന്റിൽ നിന്നും കിട്ടിയ 4,500 രൂപ ഉൾപ്പെടെ 53,800 രൂപ കണ്ടെടുത്തിരുന്നു. പരിശോധനയിൽ പിടിക്കപ്പെടുമെന്ന പേടിയിൽ 49,300 രൂപയുടെ നോട്ട് കെട്ട് ജനാല വഴി ചെടികൾക്കിടയിലേക്ക് എറിഞ്ഞതായിരുന്നു. അതിനു പുറമെയാണ് അടുത്ത കാലത്ത് ബാങ്ക് മുഖേന പണം കൈമാറിയത് കണ്ടെത്തിയത്. ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർ ഉൾപ്പെടുന്ന ഇടനിലക്കാരാണ് വിവിധ ആവശ്യങ്ങൾക്ക് സമീപിക്കുന്ന അപേക്ഷകരിൽ നിന്നും പണം വാങ്ങുന്നത്. ഇടനിലക്കാരിൽ ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും വിശ്വസ്തർ എല്ലാവരിൽ നിന്നും പണം സമാഹരിച്ച് ആഴ്ച അവസാനം കൈമാറുന്നു. നിലമ്പൂരിൽ പണം കണ്ടെടുത്ത ഏജന്റ് ഉദ്യോഗസ്ഥരുടെ വിശ്വസ്തരിൽ ഒരാളാണെന്ന് വിജിലൻസ് അധികൃതർ പറഞ്ഞു. കൂടുതൽ തെളിവുകൾ സമാഹരിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. ഉദ്യോഗസ്ഥർ, ഇടനിലക്കാർ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുവാൻ നീക്കം ആരംഭിച്ചു. ജില്ലയിലെ വിവിധ ആർടി ഓഫീസുകളിൽ നടത്തിയ വിജിലൻസ് പരിശോധനയുടെ റിപ്പോർട്ട് ഉടൻ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യും. അഴിമതികളും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിന് വിജിലൻസിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ ക്ലീൻ വീൽസിന് കീഴിലായിരുന്നു പരിശോധന. നിലമ്പൂർ, തിരൂർ, തിരൂരങ്ങാടി, പെരിന്തൽമണ്ണ, മലപ്പുറം ആർടി ഓഫീസുകളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ നിലമ്പൂർ, മലപ്പുറം ആർടി ഓഫീസുകളിൽ നിന്നാണ് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയത്. നിലമ്പൂർ ആർടി ഓഫീസിൽ പരിശോധനയ്ക്കിടെ ജനൽ വഴി പുറത്തേക്ക് വലിച്ചെറിഞ്ഞ 49,300 രൂപ വിജിലൻസ് കണ്ടെടുത്തിരുന്നു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമയായ ഏജന്റിൽ നിന്ന് 4,500 രൂപയും ഗൂഗിൾ പേ വഴി കണക്കിൽപ്പെടാത്ത 46,000 രൂപയും ഉൾപ്പെടെ 99,800 രൂപയും കണ്ടെടുത്തു. ആർടി ഓഫീസിന് പുറത്തുള്ള വാഹനങ്ങൾ പരിശോധിക്കാൻ വിജിലൻസ് സംഘം പുറത്തിറങ്ങിയപ്പോഴാണ് ജനൽ വഴി പണം പുറത്തേക്കെറിഞ്ഞത്. വണ്ടികളുടെ രജിസ്ട്രേഷനുകൾക്കും ലൈസൻസ് ലഭിക്കുന്നതിനും മറ്റുമായി ഉദ്യോഗസ്ഥർ പണം വാങ്ങുന്നുവെന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് പരിശോധന നടന്നത്. ഓഫീസ് സമയം അവസാനിക്കാറായപ്പോഴായിരുന്നു നിലമ്പൂർ ആർടി ഓഫീസിൽ റെയ്ഡ് നടന്നത്. ഇടനിലക്കാരെ മറയാക്കി ഉദ്യോഗസ്ഥർ വ്യാപകമായി പണപ്പിരിവ് നടത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച വൈകിട്ട് 4:30 ആരംഭിച്ച പരിശോധന രാത്രി വരെ നീണ്ടു. ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും വിശ്വസ്തരായ ഏജന്റുമാരാണ് മറ്റു ഏജന്റുമാരിൽ നിന്ന് പണം വാങ്ങി ഉദ്യോഗസ്ഥർക്ക് എത്തിക്കുന്നതെന്ന് വിജിലൻസ് വിലയിരുത്തൽ. തിരൂരങ്ങാടിയിൽ കോഴിക്കോട് നിന്നുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമത്തിൽ അധിക്ഷേപിച്ച യുവാവിനെതിരെ പരാതി. വാണിയമ്പലം സ്വദേശി യാസിൻ അഹമ്മദാണ് സാമൂഹിക മാധ്യമത്തിലൂടെ VSനെ അധിക്ഷേപിച്ചത്. സംഭവത്തിൽ ഡിവൈഎഫ്ഐ വണ്ടൂർ പോലീസിൽ പരാതി നൽകി. ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഹമീദ് വാണിയമ്പലത്തിന്റെ മകനാണ് യാസിൻ. 2025 പരിശുദ്ധ ഹജ്ജിന് പോയി മടങ്ങി വന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഹാജിമാർക്ക് നിലമ്പൂർ CH സെന്ററിൽ സ്വീകരണ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. MLA ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഹാജിമാരുടെ ഹൃദയവിശുദ്ധി മനുഷ്യ നന്മയുടെ മുതൽക്കൂട്ടാണെന്നും നാടിന്റെ ഐക്യത്തിനും ജനാഭിലാഷത്തിനും ചേർന്ന് നിൽക്കുന്ന മഹത്തരമായ മാതൃക സൃഷ്ടിച്ചെടുക്കുവാൻ അവർക്ക് കഴിയുമെന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ടതെന്ന് MLA പറഞ്ഞു. അബ്ദുൽ ഹക്കീം ഏറാൻ തൊടിക അധ്യക്ഷത വഹിച്ചു. സ്നേഹസംഗമത്തിൽ മൊയ്തീൻകുട്ടി കുറ്റമ്പാറ ഉദ്ബോധനവും ഹംസ ഫൈസി, ആബിദ് അലി TP, കുഞ്ഞാൻ ഹാജി, അബ്ബാസ് ഹാജി കാലടി, സോണി അയ്യൂബ്, ഫൈസൽ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. അമൽ കോളേജിൽ പുതിയതായി ഈ വർഷം അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ദ്വിദിന ഇൻഡക്ഷൻ പ്രോഗ്രാം സമാപിച്ചു. 18 സെഷനുകളിലായി 2 ദിവസം നടന്ന പ്രോഗ്രാം നിലമ്പൂർ മുസ്ലിം യതീംഖാന ചെയർമാൻ PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി. പ്രഭാഷകനും വിദ്യാഭ്യാസ വിചക്ഷകനുമായ ഡോക്ടർ റാഷിദ് ഗസാലി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഡോക്ടർ PM അബ്ദുൽ ഷാക്കീർ, ഡോക്ടർ T ഷമീർ ബാബു, ഡോക്ടർ CH അലി ജാഫർ, ഡോക്ടർ N ഷിഹാബുദ്ദീൻ, ഡോക്ടർ അബ്ബാസ് വട്ടോളി, TP അഹമ്മദ് സലീം, ഡോക്ടർ VK ഹഫീസ്, ഡോക്ടർ C ഷിഹാബുദ്ദീൻ, ഹെഡ് അക്കൌണ്ടന്റ് K ജാഫർ, KP ജനീഷ് ബാബു, അനുജിത് ശിവൻ, ഡോക്ടർ TKS അദീല BV, ഡോക്ടർ M അഷ്റഫ്, ഡോക്ടർ PT സഫ്വാൻ തുടങ്ങിയവർ വ്യത്യസ്ത സെഷനുകൾക്ക് നേതൃത്വം നൽകി. ഡോക്ടർ അമീർ ഹസൻ, S നിഷ, ഡോക്ടർ P സാജിദ, മുനീർ അഗ്രഗാമി, ഡോക്ടർ KP ഷഹ്ല എന്നിവർ നേതൃത്വം നൽകി.
മൈലാടി അബൂബക്കർ കാരക്കുന്ന സ്മാരക ശാന്തിഗ്രാമം മദ്രസ രക്ഷകർത്താ യോഗവും വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും നടത്തി. PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. K. റഷീദ് അധ്യക്ഷനായി. PM ഉസ്മാൻ അലി, അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, ഡോക്ടർ N. ഷിഹാബുദ്ദീൻ, M. ഖദീജ, സാജിദ് മൈലാടി, നാലകത്ത് വീരാൻകുട്ടി, മുനീർ അഗ്ര, ആമ്പുക്കാടൻ ഹനീഫ, വി ഉസ്മാൻ, ഷഹീന എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അബ്ദുൽ വഹാബ് എലമിലാക്കോട് ക്ലാസ് നയിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്നും അന്തിമ വോട്ടർ പട്ടിക ആഗസ്റ്റ് 30 പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. നിലമ്പൂർ ജോയിന്റ് RTO ഓഫീസിലെ അഴിമതി സംബന്ധിച്ച പോലീസ് വിജിലൻസ് അന്വേഷണം തുടരുന്നു. ഇടനിലക്കാർ 46,000 രൂപ ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുത്തതായി കണ്ടെത്തി. ജില്ലയിലെ വിവിധ RTO ഓഫീസുകളിൽ നടത്തിയ വിജിലൻസ് പരിശോധനയുടെ റിപ്പോർട്ട് ഉടൻ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമത്തിൽ അധിക്ഷേപിച്ച യുവാവിനെതിരെ പരാതി. വാണിയമ്പലം സ്വദേശി യാസിൻ അഹമ്മദാണ് സാമൂഹിക മാധ്യമത്തിലൂടെ VSനെ അധിക്ഷേപിച്ചത്. 2025 പരിശുദ്ധ ഹജ്ജിന് പോയി മടങ്ങി വന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഹാജിമാർക്ക് നിലമ്പൂർ CH സെന്ററിൽ സ്വീകരണ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. MLA ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.